അച്ഛൻ നല്ല ദേഷ്യത്തിലാ. ഒരു സോറി പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, അത്രയും പേരുടെ മുന്നേ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ ആർക്കാണ് സങ്കടം വരാതിരിക്കുക? പിന്നെ ആ അച്ഛന്റെ മോൻ തന്നെ അല്ലേ, ആ വാശിയുണ്ട്. ഞാൻ പറഞ്ഞ അവൻ പണ്ടേ കേക്കില്ല. നീ തന്നെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തായാലും ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. ശരി അമ്മ. അമ്മയാ വിളിച്ചത്. അച്ഛനെ ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? ഫോൺ അച്ഛൻ്റെ ഉണ്ടല്ലോ, അച്ഛനെ ഇങ്ങോട്ടും വിളിക്കാലോ. പ്രായമായ ആൾക്കാരാ, നമ്മൾ അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഹലോ, ഇപ്പോ കേക്കിന്റെ തീംസ് അയച്ചില്ലേ? അതിലേ സ്പൈഡർമാന്റെ 1 kg കേക്ക് കിട്ടുമോ? എന്നത്തേക്കായിരുന്നു മാം? മറ്റന്നാളത്തേക്കാ. അവഞ്ചേഴ്സ് വൈറ്റ് ഫോറസ്റ്റ് ആയാലോ മാം? അവഞ്ചേഴ്സ് വൈറ്റ് ഫോറസ്റ്റോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ. കുഞ്ഞാ, അവഞ്ചേഴ്സിന്റെ വൈറ്റ് ഫോറസ്റ്റ് മതിയോടാ? അതിലും സ്പൈഡർമാൻ ഇല്ലേ? ഹലോ, അതെ, ഞാൻ തീം എന്തായാലും ഉടൻ തന്നെ കൺഫേം ചെയ്യാം. ഞാൻ എന്തായാലും അഡ്വാൻസ് ഇട്ടേക്കാം. ഇത് എത്രാമത്തെ വട്ടവാടി? ഞാൻ മടുത്തു. ചിലപ്പോ ചത്താലോന്ന് തോന്നുന്നു. നീ ആവശ്യമില്ലാത്ത ഓരോന്നും പറയാതിരി. ഇതിപ്പോ അവൻ വന്ന് 2 സോറി പറഞ്ഞാ നീ വീണ്ടും പിന്നാലെ പോവില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാളും കൂടെ പോയി വല്ല തെറാപ്പിസ്റ്റിനെയും കാണും. അവ വരത്തൊന്നുമില്ലടാ. ഹലോ മിസ്. അതിന് തീരെ വയ്യ, നല്ല പണിയുണ്ട്. ഓ ആണോ? ഒന്ന് വന്ന് പിക്ക് ചെയ്യാനെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹസ്ബൻഡിനോട് മോനെ വന്ന് പിക്ക് ചെയ്യാൻ പറയാം ഒരു ½ an hour. അപ്പോഴേക്കും കാൽപോളിന്റെ ഒരു 5 ml സിറപ്പ് ഒന്ന് കൊടുത്തേക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഹലോ, അതെ, മോന്റെ സ്കൂളിൽ നിന്ന് കോള് വന്നിരുന്നു. അവന് നല്ല പനിയുണ്ടല്ലോ, ഒന്ന് പോയി ഒന്ന് പിക്ക് ചെയ്യാവോ? എടാ, ഞാൻ ഒരു ക്ലയന്റ് മീറ്റിംഗിന് കയറാം. 1 മണിക്കൂർ എന്തായാലും പിടിക്കും. തൽക്കാലം ഇപ്പൊ നീ തന്നെ ഹാൻഡിൽ ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി. ഈ നീല ഗുളിക ആഹാരത്തിന് മുമ്പാണോ അതോ അതിന് ശേഷമോ? രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ടത് മഞ്ഞ ഗുളികയാ. അത് അച്ഛൻ ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ചുമലയും മഞ്ഞയുള്ള ഗുളിക ഇപ്പൊ കഴിക്കല്ലേ? ഇല്ല, ആ ഗുളികയാണ് അച്ഛൻ രാവിലെ കഴിച്ചത്. ഓ, ഞാനേ അച്ഛനെ രാത്രി ഒന്നും കൂടെ വിളിച്ച് ഓർമ്മിപ്പിക്കാം. ശരി, വെക്കുവാണേ. ശരി. എനിക്ക് നാളെ ഡോക്ടറെ കാണണം എന്നിട്ട് എന്തേ ബുക്ക് ചെയ്തോ? അത് നാളെ ഡോക്ടർ ഇല്ല, ഞാൻ പിന്നെ കണ്ടോളാം. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? പാരസെറ്റമോൾ ഉണ്ടല്ലോ.